അതിന്റെ 3 ഇരട്ടി സ്പീഡ് 5000 സ്റ്റിച്ച് പെർ മിനിറ്റ് ആണ്. നമുക്ക് സർവീസ് അല്ല, ഹോം സർവീസ് ആണ്. ഒരു കടയിലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഉഷയുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും വീട്ടിലാണ് സർവീസ്. അത് ലൈഫ് ലോങ് ഉണ്ട്. അതിന്റെ വാറണ്ടി പീരീഡ് ഫ്രീയും. വാറണ്ടി കഴിഞ്ഞാൽ ചെറിയൊരു ചാർജ് കൊടുക്കണം മാത്രമാണ്. കമ്പനി ഡയറക്റ്റ് സർവീസ് ആണ്. ഹായ് ഡിയേഴ്സ്, PR ട്രെൻഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട്ടേക്കാണ്. പാലക്കാടുള്ള ഉഷ മെഷീൻ സെന്ററിലേക്ക്. ഉഷ മെഷീൻസിൻ്റെ വിവിധ മോഡലുകളെ കുറിച്ചും ഓരോ മോഡലുകളുടെയും ഫീച്ചേഴ്സിനെ കുറിച്ചും മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഞങ്ങൾ തിരുവില്ലാമലയിൽ നിന്നാണ് കേട്ടോ യാത്ര ആരംഭിക്കുന്നത്. ബസ് വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ്. ആ വരിവരിയായിട്ട് പോകുന്നുണ്ടോ, അത് കുത്താമ്പള്ളി ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് കേട്ടോ. കുത്താമ്പള്ളി ഫുൾ കവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ പോവാറുള്ളൊരു 4-5 ഷോപ്പുകളുണ്ട്. നല്ല നല്ല ഷോപ്പുകളാണ്. അത് മാത്രമല്ല, കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഒരുപാട് പേരവിടെ നെയ്ത്ത് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് നെയ്ത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. കുത്താമ്പുള്ളിയിലെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അവിടുത്തെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇതാണ് ചിന്നു, ആര്യ എൻ്റെ അനിയത്തിയാണ്, മാമയുടെ മോള്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് മെഷീൻ വാങ്ങിക്കാൻ പോയത്. ഞങ്ങളൊരു 10:30-10:45 കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്, പാലക്കാട് എത്തിയത്. പാലക്കാട് കോട്ടയിലൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതുപോലെ പുറത്തുനിന്ന് കണ്ടു. പിന്നെ ബസ് ഡയറക്റ്റ് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കായിരുന്നു. അവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ. കുന്നത്തുർമേട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറയുക. ഞാൻ ഇതിനു മുമ്പ് 2 തവണ അവിടെ വന്നിരുന്നു. അതിൽ ഫസ്റ്റ് ടൈം വന്നത് ജൂലൈയിലായിരുന്നു. സെക്കൻഡ് ടൈം വന്നത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു. ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നതായിരുന്നു. അന്ന് എല്ലാം കണ്ടു, സംസാരിച്ചു, മെഷീൻസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് പോയത്. ഇതാണ് സ്റ്റേഡിയം സ്റ്റാൻഡ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു ഓട്ടോ വിളിച്ച് പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് 2 തവണ വന്നപ്പോഴും ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മെഷീൻ എടുക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. മെഷീനൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ബഡ്ജറ്റ് കുറവായിരുന്നു. അതിനുശേഷം മുദ്ര ലോണിന് അപേക്ഷിച്ച് ലോണ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും മെഷീൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ആരെങ്കിലും മുദ്ര ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുദ്ര ലോണിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തു തരാം. ഇതാണ് സുമതി ചേച്ചി. ഞാൻ മുമ്പ് 2 തവണ വന്നപ്പോഴും ഒരുപാട് നേരം ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചു പോയൊരു മോഡൽ അല്ലൂരി ആയിരുന്നു. എന്നാൽ എനിക്ക് ബേസിക് മോഡൽ മുതൽ ഓട്ടോമാറ്റിക് മെഷീൻ വരെ പരിചയപ്പെടുത്തി തന്നു. അതിൽ എൻ്റെ ആവശ്യം എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് റെഫർ ചെയ്തൊരു മോഡലായിരുന്നു വണ്ടർ സ്റ്റിച്ച്. ഞാൻ എടുത്തതും വണ്ടർ സ്റ്റിച്ച് തന്നെയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി അറിയാം. എല്ലാ ജില്ലയിലും കമ്പനിക്ക് ഓരോ ഷോറൂം ഉണ്ട്. അത് പാലക്കാട് ജില്ലയിലെ ഷോറൂമാണ് ഉഷ മെഷീൻ സെന്റർ. അവരുടെ ഇൻഷോപ്പ് ഡെമോൺസ്ട്രേറ്റർ ആണ്, കമ്പനിയുടെ ഡയറക്റ്റ് എംപ്ലോയി ആണ് മിസ്സിസ് സുമതി. ഇവര് വളരെ ഈ രംഗത്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേറ്റർ ആണ്. എല്ലാ ആധുനിക മെഷീൻസ് കസ്റ്റമേഴ്സിന് ഭംഗിയെ പരിചയപ്പെടുത്തി കൊടുക്കാനും ആ മിഷൻ പരിചയപ്പെടുത്തുമ്പോൾ തൊഴിൽപരമായിട്ട് അവർക്കുള്ള നൂതന ആശയങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. ഒരു കസ്റ്റമർ വന്നു, ആ ഒരു മെഷീൻ വാങ്ങിക്കാൻ, ഒരു സാധാ മെഷീൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും വരിക. ഇവിടെ വന്നിട്ട് ഈ ആധുനിക മെഷീൻസിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ബയ്യർക്ക് തോന്നും ഒരു ഹയർ മോഡൽ എടുക്കാമെന്ന്. പക്ഷെ അവർ കൊണ്ടുവന്ന ബഡ്ജറ്റ് കുറവായിരിക്കും. കാരണം അവർ ആ സാധാ മോഡൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്.
അപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. തേർഡ് പാർട്ടി ഏജൻസീസ് വഴി സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ കുട്ടി നന്നായി ഭംഗിയായി പഠിച്ചു വെച്ചതുകൊണ്ട് അവർക്ക് ആ സ്കീംസ് പറഞ്ഞു കൊടുക്കും. അതെ, വളരെ വെൽ സ്റ്റഡീഡ് ആണ്. അത് നല്ല പ്രസന്റ് ചെയ്യും. അവർക്ക് വേണ്ട ബാക്ക് സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് മെഷീൻ വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ആരംഭിച്ചു നോക്കി. അപ്പൊ ഇവരുടെ പല കസ്റ്റമേഴ്സായിട്ട് കണക്ട് ചെയ്ത് തരും. നിങ്ങൾ മാനുഫാക്ചർ ആണ്, സെയിം ഫീൽഡിൽ വേറെ ആളായിട്ട് കണക്ട് ചെയ്ത് തരും. അങ്ങനെ ഒരു സപ്പോർട്ട്സ് ഒക്കെ അവർ ചെയ്തു തരും. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത. നമുക്കെന്ന് പറയുന്ന കസ്റ്റമർ വന്നു കഴിഞ്ഞാല് ഒരു നിറഞ്ഞ മനസ്സോടെ ഒരു ഷോപ്പിന് വഴിയിൽ പോകാം. കാരണം അവര് ഡീറ്റെയിൽസ് എടുത്തിട്ട് പോയാലും അവരുടെ ക്യാഷ് എന്താ നമ്മള് ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ പാർട്ടിസിപ്പേറ്റ്, കാരണം അവര് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും അവര് കുട്ടികളാവും, അത് അതിൽ അഴിച്ചിട്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്നും സന്തോഷമായിട്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ സാധിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കും എല്ലാ സപ്പോർട്ടും ചെയ്യും. ആദ്യകാലങ്ങളിൽ ഇതുപോലുള്ള മെഷീൻസ് ആയിരുന്നു ജനറലി വീട്ടാവശ്യത്തിക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വീട്ടാവശ്യത്തിലേക്കും തൊഴിൽപരമായിട്ടും ഈ മോഡൽ മെഷീൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ മോഡൽ മാറിയിട്ട് അല്പം കൂടി സ്പീഡ് കൂട്ടിയിട്ട് ഡബിൾ സ്പീഡ് മെഷീൻസ് RSM ഉഷ RSM Pro എന്ന് പറഞ്ഞു. ഇതിന്റെയും ഡബിൾ സ്പീഡാണ്. അതുകൊണ്ട് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് ചെയ്യുന്ന ആ സമയം കൊണ്ട് ഇരട്ടി വേഗതയിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ അതിന്റെ ഇന്നോവേറ്റ് ആയിട്ടുള്ളതാണ് ഈ പവർ മെഷീൻസ്. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ 3 ഇരട്ടി സ്പീഡ് 5000 സ്വിച്ച് പെർ മിനിറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഓട്ടോ ലൂബ്രിക്കേഷൻ ആയതുകൊണ്ട് നോയ്സ് ലെവല് വളരെ കുറവാണ്. പിന്നെ അതിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ലൈറ്റ് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ലൈറ്റ് സൗകര്യം ഉള്ളത് കൊണ്ടും നോയ്സ് ലെവൽ കുറഞ്ഞത് കൊണ്ടും പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നൈറ്റ് വീട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ 3 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് ഇതിന്. ഓട്ടോ ലൂബ്രിക്കേഷൻ ആയതുകൊണ്ട് തേയ്മാനം വളരെ കുറവായിരിക്കും, മെയിൻ്റെനൻസും വളരെ കുറവായിരിക്കും. 25 രൂപ വില വരുന്നുണ്ട്. ഡിസ്കൗണ്ട് വേണ്ടി 23,990 ഇവിടെ കൊടുക്കുന്നുണ്ട്. EMI സൗകര്യം ഉണ്ട്. മെച്ചപ്പെട്ട വിൽപ്പനാന്ത സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ട്രെൻഡ് ഇതാണ്, ഓട്ടോമാറ്റിക് സൂയിങ് മെഷീൻസ് ആണ്. ഇതിന്റെ ഡൊമസ്റ്റിക്സ് പർപ്പസിന് വന്നിട്ട് 14 സ്വിച്ച് ഫംഗ്ഷൻസ് വരുന്ന ഉഷ ജനോ മാറുല എന്നിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. ഈ മോഡൽസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെഷീൻ ഓപ്പറേറ്റിംഗ് പഠിക്കണ്ട. കാരണം ഓട്ടോമാറ്റിക് മെഷീൻസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റർ പറഞ്ഞിരുന്നു, വീട്ടിൽ വന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് ഭാഗം നിങ്ങൾക്ക് വേണ്ട. അളവെടുക്കാനും കട്ട് ചെയ്യാനും മാത്രം പഠിച്ചാൽ മതി. 14 ഫംഗ്ഷൻസ് ഉള്ളതുണ്ട്, 21 ഫംഗ്ഷൻസ് ഉള്ളതുണ്ട്, 35 ഫംഗ്ഷൻസ് ഉള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ 57 ഫംഗ്ഷൻസ് ഉണ്ട്. അതിന്റെ ഇന്നോവേറ്റീവ് ആണ് MC550, MC450 എല്ലാം ന്യൂ ജനറേഷൻ മെഷീൻസ് ആണ്. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. USB കണക്റ്റഡ് ആയിട്ട് തയ്ക്കാം. മറ്റേ കോറൽ ഡ്രോ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടിക്കുക, ഫോട്ടോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് എല്ലാ രംഗത്തും പോലെ തയ്യൽ മെഷീൻ ഫീൽഡിലും ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാളെ തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ വന്നാൽ അവർ ഒരു മെഷീൻ ആവശ്യപ്പെട്ട് അവരുടെ അറിവിൽ ഒരു മെഷീൻ ആവശ്യപ്പെട്ടു വന്നാൽ അത് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആധുനിക മെഷീൻസ് എല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തും. വാങ്ങിക്കാൻ നിർബന്ധിക്കില്ല, എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും അവർക്ക്. അപ്പൊ കസ്റ്റമർക്ക് ആലോചിക്കാനും ആധുനിക രീതിയിലുള്ള മെഷീൻസിനെ പറ്റി മനസ്സിലാക്കി നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഒരു മെഷീൻ വാങ്ങിക്കാൻ കഴിയും. അത് വാങ്ങിക്കാൻ കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രയോജനം കിട്ടും. അല്ലെങ്കിൽ അറിവില്ലാതെ ആ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അപ്ഡേഷൻ വേണ്ടി വരും. അടുത്ത മെഷീനിലേക്ക് മാറുമ്പോൾ അത് എക്സ്ചേഞ്ചിന് വേണ്ടി വരും. അപ്പൊ ലോസ് വരും. അപ്പൊ ഞങ്ങൾ വിശദമായി എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ നല്ല ഡെമോൺസ്ട്രേറ്റർ ഉണ്ട്, ഇൻഷോപ്പ് ഡെമോൺസ്ട്രേറ്റർ ഉണ്ട്. അവരിവിടെ വരുന്നവർക്ക് ഭംഗിയായിട്ട് അതിന്റെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തെല്ലാം പറഞ്ഞു കൊടുക്കും. അതുപോലെ ഔട്ട്ഡോർ ഡെമോൺസ്ട്രേറ്റർ ഉണ്ട്. അവരും വളരെ ഭംഗിയായിട്ട് വീട്ടിൽ പോയിട്ട് കസ്റ്റമറിന്റെ കൺവീനിയന്റ് ടൈമിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പ്രത്യേകത. ഏറെക്കുറെ ഞങ്ങളുടെ വില എന്ന് പറയുന്നത് ഓൺലൈൻ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഡിക്റ്റോ ആയിരിക്കും. ഓൺലൈനിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഞങ്ങളുടെ വിലയും ഡിക്റ്റോ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ കസ്റ്റമർക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തി അതിലത്തെ കാര്യം നോക്കണ്ട, ഷോപ്പിൽ വരുന്നു, ഓൺലൈൻ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നു. ഈ ഓഫ്ലൈനിൽ പർച്ചേസ് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ പ്രത്യേകത. 1990 തുടങ്ങിയ ഷോറൂമാണത്. പിന്നെ 1990 തുടങ്ങി ഇന്നിപ്പോ 2024 ആയല്ലോ. സെപ്റ്റംബർ 34 വർഷം കഴിഞ്ഞു. പിന്നെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമേഴ്സിന്റെ വെരി ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന്റെ മൗത്ത് പബ്ലിസിറ്റി, അവരുടെ റെഫറൽ കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ ഇവിടെ ബ്രാൻഡിന്റെ ഇമേജ് ഉണ്ട്. അതിനേക്കാളും ഉപരി ഞങ്ങളെ ഷോറൂമിന്റെ ഒരു പ്രത്യേകത, വരുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അവരുടെ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം തയ്യൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു വർക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും കാര്യം കൊണ്ട് അത് വർക്ക് മുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിനെ അത് ബാധിക്കും. അപ്പൊ അവർ ടെൻഷൻ ആവും.
അപ്പൊ അവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കിറ്റ് സർവീസ് നമ്മൾ കൊടുക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഞങ്ങളെ ഹോം സർവീസ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഷോറൂമിന് ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ, പിന്നീട് കണ്ട ഭയങ്കര സ്നേഹബന്ധങ്ങൾ നിലനിർത്താനും കാരണം അതാണ്. എല്ലാവരായിട്ടും അറിയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തയ്യൽ മെഷീനാണ് ഉഷ. അതിൽ ജെറോം പറയും ജപ്പാനിലെ ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഉഷയുമായി ടൈപ്പ് ആയതുകൊണ്ടാണ് ഉഷ ജെറോം എന്നുള്ള പേരിൽ വരുന്നത്. നമുക്ക് ഈ മെഷീന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് MC550 എന്ന് പറയാം. അതായത് നമ്മൾ എന്താണോ ഫീൽ ചെയ്ത് കൊടുക്കുന്നത് അത് പെൻഡ്രൈവ് മുഖേന നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ടെക്സ്റ്റ് ചെയ്തോളും. നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയോ മറ്റു കാര്യങ്ങളൊന്നും. പിന്നെ നമുക്ക് ഈ ഉഷ ജെറോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സർവീസ് എല്ലാം ഹോം സർവീസാണ്. ഒരു കടയിലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഉഷയുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും വീട്ടിലാണ് സർവീസ്. അത് ലൈഫ് ലോങ് ഉണ്ട്. അതിന്റെ വാറണ്ടി പീരീഡ് ഫ്രീയും, വാറണ്ടി കഴിഞ്ഞ് ചെറിയൊരു ചാർജ് കൊടുക്കുന്നത് മാത്രമാണ് കമ്പനി ഡയറക്റ്റ് സർവീസാണ്. അതുമാത്രമല്ല നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നെക്ക് ഡിസൈൻസോ എന്ത് കാര്യങ്ങളും നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല, ഓണാക്കാം, ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കുറേ പാറ്റേൺസുകളോ നമ്മുടെ നെക്ക് ഡിസൈൻസോ നമ്മുടെ മോണോഗ്രാമോ നമ്മുടെ ഫോട്ടോസ് വരെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മോഡൽസ് ഉണ്ട്. നമുക്കിപ്പോ ബേസ് മോഡൽ പറയുമ്പോൾ ഈ മാർവെല്ല പറഞ്ഞ മോഡലാണ് വരിക. ഇതിൽ നമുക്ക് ഏകദേശം 14 വർക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഇതിലുള്ള പാർട്സ് വെച്ചിട്ടാണ് 14 വർക്ക് പറയുന്നത്. നമുക്ക് ഏകദേശം 10-20 വർക്കിന് മുകളിൽ ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് അല്ലു ഡിലക്സ്, എക്സൽ ഡിലക്സ് അങ്ങനെ പറഞ്ഞ മോഡൽസ് ഒക്കെ വരുന്നത്. ഇതിൽ നമുക്ക് ഈ 21 ഫംഗ്ഷൻ പറഞ്ഞ ഏകദേശം ഒരു 14 ഫംഗ്ഷൻസ് വരെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഡെമോൺസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു തരും. 1, 2, 3 ക്ലാസ് നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് തന്നെ വന്ന് പഠിക്കും. അതിന് പ്രത്യേകിച്ച് ചാർജോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേമാതിരി അതിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് വണ്ടർ സ്റ്റിച്ച് പ്ലസ്. അതിൽ 35 സ്റ്റിച്ചസ് വരുന്നുണ്ട്. അത് സ്റ്റിച്ച് മാജിക് പറഞ്ഞ മോഡലിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം 10-15ഓളം മോഡലിൽ ഇതിൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും ഹയർസ്റ്റ് വേഷം വരുന്നത് ക്വിൽറ്റി മാജിക് പറഞ്ഞ 300 പാറ്റേൺസ് വരുന്ന മെഷീനാണ്. 56,000 MR വരുന്നത്. നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത് സമയത്തും എപ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഡെമോ ആവശ്യമുള്ളത് നിങ്ങളുടെ ടൈമാണ്. അത് ഒരു ദിവസം മുന്നേ വിളിച്ചെന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വിളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വരാൻ പറ്റത്തില്ല. ഒരു ദിവസം മുന്നേ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കംപ്ലൈന്റിനും എനി ടൈം, ഇനി രാത്രി എന്ന് പകലൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ അറ്റൻഡ് ആവുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അവർ മെഷീൻ പറയും. അതൊരു പുതിയ സെഗ്മെന്റ് ആണ്. ഇത് 2023-24 മോഡലാണ്. USB 5 പറയും. നമുക്ക് ഒരു മിനിറ്റിൽ വരുന്ന 5000 സ്റ്റിച്ചസ് ആണ്. ഇതിന്റെ ആയാലും 3 വർഷം വരെ മോട്ടോ ബോർഡിനും വാറണ്ടിയുണ്ട്. 1 ഇയർ സർവീസ് വാറണ്ടിയുണ്ട്. ഇതിന്റെ ആണെങ്കിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വീട്ടിലാണ്, ഒരു കടയിലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഓൾഡ് വേർഷനാണ്. പഴയ നമുക്ക് ഏകദേശം 6950 മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഉഷയിലുള്ളത്. ഉഷയെ കുറിച്ച് പറയുന്നത് ഉഷയുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തയ്യൽ മെഷീൻ ഉഷയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അടക്കം പറഞ്ഞിട്ട് ഇന്ത്യയിൽ കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു കണ്ടുപിടുത്തം തയ്യൽ മെഷീനാണെന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടാക്കിയ ഒരു മെഷീൻ കൂടിയാണ് ഉഷ. ഒരു സെമി കൊമേഴ്സ് പറയും. നോർമലി നമ്മുടെ സാധാ മെഷീൻ എന്താണോ അതന്നെയാണ് ഈ മെഷീൻ്റെ. നോക്കിക്കഴിഞ്ഞാൽ ബോബിംഗേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ഈ മെഷീന്റെ ബോബിംഗേഴ്സ് എടുക്കുന്നതും ഇടുന്നതും സെയിം തന്നെയാണ്. അതായത് സൈഡിൽ നിന്നിരുന്നു ഈ മെഷീനിൽ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ആ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ സൂചി, അതിന്റെ ബോബിൻ എല്ലാം ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്, പിന്നെ നൂല് ഓർക്കുന്ന സമയത്ത് നമ്മള് മെഷീനിൽ മാക്സിമം കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമേ കംപ്ലൈന്റ് ഉണ്ടാവും. അതിന് ബേസിക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ബേസിക് സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. നൂല് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ നൂല് കോർക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഫുട്ട് എപ്പോഴും അപ്പിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരിക്കലും ഡൗണിൽ വെച്ച് നൂല് കോർക്കാൻ പാടില്ല. ഇത് അപ്പിലാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് നേരെ ഡൗൺ ചെയ്യാം, സെക്കൻഡ് യു ടേൺ, തേർഡ് വന്നിട്ട് ടേക്കപ്പിൽ ഒരു മുകളിലേക്ക് ഉയർത്തി. ഇത് താഴെയാണെങ്കിൽ അത് മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ ഹോളിൽ വരണം. നേരെ താഴോട്ട്. ഇത് എത്രയും കഴിഞ്ഞതിന് ശേഷം സൂചി മാക്സിമം മുകളിൽ, അതായത് മാക്സിമം പൊക്കി വയ്ക്കാം. മുകളിലോട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് ഡൗൺ ചെയ്ത് സൂചിയുടെ ഫ്രണ്ടിലൂടെ നൂലിങ്ങനെ പിടിച്ചു കൊടുത്താൽ തന്നെ നൂലകത്തോട്ട് കയറിപ്പോകും ഓട്ടോമാറ്റിക്കാണ്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഈ മെഷീൻ അല്ല, ഏതൊരു മെഷീനാണെങ്കിലും
ചവിട്ടുന്ന ആയിക്കോട്ടെ വേറെ ഈ നൂലിൽ പിടിച്ചിട്ട് ഒരു പ്രാവശ്യം, അതായത് ഒരിക്കലും റിവേഴ്സ് ഇറക്കരുത്, ഒരു പ്രാവശ്യം കറക്കി താഴത്ത് നൂലുകൂടി പുറത്തേക്ക് എടുത്തിട്ട് വേണം അടിക്കാൻ. ഇനി നമ്മൾ എപ്പോഴും തുണി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കിലെ നൂലിൽ പിടിച്ചു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ചെയ്താൽ തന്നെ മെഷീൻ ഒരു 70% കംപ്ലൈന്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇത്രയും ഫോളോ അപ്പ് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കംപ്ലൈന്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിൽ ഓയിലിംഗ് ആവശ്യമില്ല, എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും ഈ ബോബിൻ കേസ് ഇടുന്ന ഭാഗത്ത് മാത്രം 1-2 ഡ്രോപ്പ്, ഒരു മാസം 2 ആഴ്ച കൂടുമ്പോൾ ഒരു 2 ഡ്രോപ്പ് ഓയിൽ അത് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി മെഷീൻ നല്ല സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ഉഷയുടെ തന്നെ സൈറ്റാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-200 ക്ലാസ്സിൻ്റെ അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഏത് ഭാഷ, നമ്മുടെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ നമുക്ക് ക്ലാസ്സസ് കിട്ടും. ബേസിക് മുതൽ കൊണ്ട് ബിഗിനിങ് വരെ നമുക്ക് ഇതിൽ തന്നെ ക്ലാസ്സസ് കിട്ടും. ഇതാണ് ഞാൻ വാങ്ങിച്ച മെഷീൻ, ഉഷ അല്ലോരെ വണ്ടർ സ്റ്റിച്ച് പ്ലസ്. ഈ മെഷീൻ്റെ കൂടെ തന്നെ 5 തരം പ്രഷർ ഫൂട്ടുകൾ കിട്ടിയിരുന്നു. അതിൽ ബട്ടൺ ഹോൾ മേക്ക് ചെയ്യുന്നതും സിപ്പർ അറ്റാച്ച് ചെയ്യുന്നതും തുണിയുടെ അരികുവശം മടക്കി അടിക്കുന്നതിനുള്ള ഫൂട്ടുകൾ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ, നീഡിൽസ്, അങ്ങനെയുള്ള കുറച്ച് ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. കൂടാതെ 2-3 ദിവസത്തെ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി, വീട്ടിൽ വന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഫ്രീ ക്ലാസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെഷീനൊക്കെ വാങ്ങിച്ചു, ഹാപ്പി ആയിട്ട് ഇറങ്ങി. അവിടുന്ന് നേരെ പോയത് NMRലേക്കായിരുന്നു. ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. പാലക്കാട്ടെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്നാണ് ഞങ്ങൾക്ക് റെഫർ ചെയ്ത ആൾ പറഞ്ഞത്. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എന്ന്. പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു, താഴെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ മുകളിലേക്കാണ് പോയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ NMR. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.